ഒരു അർച്ചന നടത്തണം. ആയിക്കോട്ടെ. ആർക്കാ? ഭർത്താവിന്റെ പേര്. എന്താ നക്ഷത്രം? പുരോട്ടാതി. ഭർത്താവിന്റെ പേര് ഉദയോർമ്മയെന്നല്ലേ? അതെ. ശോഭേ, സാറിന് കാപ്പി കൊടുത്തോ? കൊടുത്തു. പക്ഷെ കൊച്ചമ്മ വരട്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എന്തിന്? സമയം ഒരുപാടായില്ലേ? അല്ല, അമ്പലത്തിൽ പോയിട്ട് സമയം ഒരുപാടായി. ഗ്യാസ് കയറി. ശരി, പോയി കാപ്പി പിടിച്ചോളൂ. അല്ല, ഇന്നിനി ഓട്ടം ഉണ്ടോ? അറിയിക്കാം. അല്ല, ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. വേണ്ടേ? നല്ല ആളാ. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ശ്രീദേവി കൂടെ വരട്ടെ എന്ന് കരുതി എന്തിനാ പതിവ് തെറ്റിക്കുന്നത്? ഞാൻ ലേറ്റ് ആവുന്ന പറഞ്ഞിട്ടാണല്ലോ പോയത്. സമയം എത്രയായി? ഒരു മിനിറ്റ്. ആഹാരത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചില്ല.
ഇഡ്ഡലി തണുത്തോ? സാരമില്ല. അച്ഛൻ ഇന്ന് പോണെന്നാ പറയുന്നത്. ശ്രീദേവി പറഞ്ഞില്ലേ 2 ദിവസമല്ലേ ആയുള്ളൂ, നാളെ പോവാന്ന് പറ. ഞാൻ പറഞ്ഞതാ, അച്ഛൻ സമ്മതിക്കുന്നില്ല. മോൾ അമ്പലത്തിൽ നിന്ന് എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ അച്ഛാ. അമ്മാവൻ കാപ്പി കുടിച്ചോ? ഞാൻ അല്പം നേരത്തെ കഴിച്ചു. ഇരിക്ക. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? മരുന്ന് തീരുന്നവരെങ്കിലും ഇവിടെ നിന്നൂടെ? ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞാ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യാം. പോകുന്ന വഴി ഹോസ്പിറ്റലിൽ കയറി ഒരാഴ്ചത്തേക്കുള്ള മരുന്നോട് വാങ്ങിച്ചോ. അങ്ങനെ ആവട്ടെ. രമണിയോട് എല്ലാ ആഴ്ചയിലും കത്തെഴുതാൻ പറയണം. ചേട്ടൻ ഇന്നലെയും കൂടി ചോദിച്ചു, 2 ആഴ്ചയായിട്ട് രമണിയുടെ കത്ത് കണ്ടില്ലല്ലോ എന്ന്. അവൾ അടിക്കടി എഴുതുന്നുണ്ടല്ലോ മോളെ. സുധയും ഭർത്താവും വരാറുണ്ടോ? ഞായറാഴ്ച വരും. റാണിമോക്ക് എന്ത് പറ്റി? പനിയാ? ഞാൻ ഡാഡിയോട് പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചു തരാം. വാ. ഡാഡി, എന്താ മോളെ? ഇതെന്റെ കൂട്ടുകാരിയാ, റാണിമോൾ. പനിയാ? കുറച്ച് മരുന്ന് കൊടുക്ക് ഡാഡി. പിന്നെ കുത്തിയേക്കണ്ട, പാവാ, കരയും. ശരി. എന്താ 2 ദിവസമായി നല്ല ജലദോഷവും പനിയും ഉണ്ട്. മോളൊന്ന് വാ തുറന്നേ. സാരമില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ. ഞാൻ ഒരു മിക്സറും ടാബ്ലറ്റും കുറിച്ച് തരാം. 3 ദിവസത്തേന് കഴിക്കട്ടെ. പിന്നെ പൊടിയരിക്കഞ്ഞി മാത്രം കൊടുത്താൽ മതി. റാണിമോളുടെ അസുഖമൊക്കെ നാളെ മാറിക്കോളും കേട്ടോ. നമസ്കാരം. ഇരിക്കൂ. മിസ്റ്റർ വർമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? വീട്ടിൽ ആളില്ലാത്തതല്ലേ ഡോക്ടർ? എക്സ്ക്യൂസ് മീ ഡാഡി, റാണിമോളുടെ മരുന്നിന്റെ പൈസ വാങ്ങിക്കണ്ട. അതെന്താ? ഇന്നാള് എനിക്കൊരു ചുമന്ന പെൻസിൽ തന്നതാ. വേണ്ട, മോള് പോയി ലീലാമ്മോട് പറ, റാണിമോളുടെ മരുന്നിന് പൈസ വാങ്ങിക്കണ്ടെന്ന് ഡാഡി പറഞ്ഞെന്ന്. താങ്ക് യു ഡാഡി. ഇത് മകളുടെ കുട്ടിയാണ്. അതെ, ഇവിടുത്തെ പേഷ്യൻസിനെല്ലാം പെറ്റാ. മരുന്നെല്ലാം മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ? കുറച്ചുകൂടി കഴിക്കണം. ചുമ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഒരു ടോണിക്കിനോട് എഴുതരാം. ഇരിക്കൂ. എന്തായി? ഓപ്ഷൻ എടുത്ത ബുധനാഴ്ചയാണ്. തയ്യാറായ അത്രയും തേയിലപ്പെട്ടികൾ കൊച്ചിയിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടാർജറ്റ് തെയ്യണമെങ്കിൽ കുറച്ച് ലീഫ് കൂടി പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നു മുതൽ ഫാക്ടറിയിൽ നൈറ്റ് ഷിഫ്റ്റ് ആരംഭിക്കാൻ ഞാൻ രാമൻ കങ്ങാണിയെ പറഞ്ഞ് ചുമതലപ്പെടുത്തി. ഇന്നലെ ആ രാഘവൻ എന്തോ പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കി. മുതലാളിയെ കണ്ട് അവർക്കെന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജഗദീഷ് എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ഞങ്ങളുടെ തീരുമാനമെന്ന്. അല്ല, പ്രശ്നം ഒരുവിധം അവസാനിച്ച പോലെയാണ്. ജഗദീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നുണ പറയരുത്. ഇല്ല, ഞാൻ കഴിച്ചതാ. ഷുവർ? അതെ. അപ്പൊ ചായ കുടിക്കാം. താങ്ക് യു. ജഗദീഷ് വീട്ടിലേക്ക് പണമൊക്കെ അയച്ചോ? അയച്ചില്ല. കണ്ടോ, ഞാൻ സൈൻ ചെയ്ത് എത്ര ചെക്ക് ലീഫ് ജഗദീഷിന്റെ കയ്യിലുണ്ട്. ഇന്ന് തീയതി 5 ആയില്ലേ? ഇന്ന് തന്നെ അയച്ചേക്കൂ. ശരി സാർ. ജഗദീഷിന്റെ അമ്മയ്ക്ക് ഞാൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്തിനാ വെറുതെ? കഴിഞ്ഞ വിഷുവിന് എടുത്തു കൊടുത്ത ഡ്രസ്സ് തന്നെ ഇട്ട് കാണില്ല. ഞാനും സാറിന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാ. സാർ ഇതിൽ ഇടപെടണ്ട. എന്നാ ഞാൻ എസ്റ്റേറ്റിലേക്ക് പോട്ടെ. ഇതൊന്നും ഒപ്പിടണം. മാനേജിംഗ് ഡയറക്ടറിലെ ഇരിക്കുന്നത്, അങ്ങോട്ട് കൊടുത്തേക്ക്. എവിടെ? ഇവിടെ.
വല്ല മുള്ളോ കുപ്പി കഷ്ണോ കാണും. അയ്യോ ആന്റി മിണ്ടല്ലേ, അത് പോവും. നല്ല തുമ്പിയായിരുന്നു, അത് പോയി. ഇനി നാളെ പിടിക്കാം. ബാ. ആന്റി നമുക്ക് ഊഞ്ഞാലാടാ. മോളുടെ ചെരുപ്പന്തിയേ? അയ്യോ, ചെരുപ്പിടാണ്ട് മണ്ണിലിറങ്ങി നടന്നാലേ ഡാഡി വഴക്ക് പറയും. ഹായ് സിന്ധുമോൾ. ഡാഡി ഡാഡി വാ പറയട്ടെ. ആ മോൾ ഇന്ന് എത്ര പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു? 1 2 3 പിന്നെ നല്ല വെളുത്ത നീളമുള്ള താടുള്ള ഒരു അപ്പൂപ്പൻ 4 5 അല്ല 6. കൂട്ടത്തിൽ ആരെങ്കിലും സീരിയസ് ആണോ? ഒരാള്. എന്താ അസുഖം? പല്ലുവേദന. ആന്റി ഒന്നും ചിരിക്കണ്ട. അയാള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ മരുന്ന് കൊടുത്തപ്പോഴാണ് നിന്നത്. സാർ ടെലിഫോൺ. ഹലോ, ഡോക്ടർ അല്ലേ? ഞാൻ ഉദയവർമ്മ. ശ്രീദേവിയുടെ അച്ഛൻ വന്നിരുന്നു. 2 ആഴ്ചത്തേക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു ടോണിക്കും. താങ്ക്സ്. സിന്ധു മോളുടെ ബർത്ത്ഡേ നാളെയല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ, ശ്രീദേവി പറഞ്ഞു കാണും. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നാളെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ലീവ് എടുത്തിരിക്കുക. നമുക്കൊരു പിക്നിക് തന്നെ പ്ലാൻ ചെയ്ത് കളയാം. എന്താ? അതൊക്കെ വർമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? നമുക്ക് ഇവിടെ തന്നെ ആവാം. പിന്നെ ആ. മോളെന്തേലും ചോദിക്കാം. ആ, മോളെന്തേ? ഇവിടെ ഉണ്ട് മോളെ, ദേ വർമ്മയെങ്കിൽ. ഹലോ ഹലോ സിന്ധുമോൾ. ഹലോ ആന്റി, ഹൗ ആർ യു? ഐ എം ഫൈൻ. മോക്ക് സുഖാണോ? യെസ് ഐ ആം ഫൈൻ. ആന്റി നാളെ എന്റെ ബർത്ത്ഡേയാ. മോക്ക് ഞാനൊരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്. ശരി, ആന്റി എനിക്ക് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. എന്താണെന്ന് ചോദിക്കും മോളെ. എന്ത് സമ്മാനം ആന്റി? മഞ്ഞ് പോലെ വെളുത്ത മാലാഖമാരിടുന്ന പോലുള്ള ഒരു പട്ടുടുപ്പ്. മഞ്ഞും
ഈ പത്മാലയ എന്ന് പറയുന്ന ബംഗ്ലാവ് ഏതാ? പത്മാലയം അത് നമ്മുടെ വർമ്മസാറിന്റെ ബംഗ്ലാവല്ലേ? ഇവിടുന്ന് നേരെ ചെന്ന് എടുത്തോട്ട് കയറുമ്പോൾ വലതുവശത്ത് കടന്ന ആദ്യത്തെ കെട്ടിടമാ. എന്തൊരു കുളിര. തീപ്പെട്ടി ഉണ്ടോ? ശ്രീദേവി ഉണ്ടോ? ഇല്ലല്ലോ. എവിടെ പോയി? സാറും കൊച്ചമ്മയും കൂടി ഫാക്ടറി പോയിരിക്കുക. ഏത് ഫാക്ടറി? അവരുടെ ഫാക്ടറിയിലേക്ക്, അല്ലാതെ പിന്നെ നാട്ടുകാരുടെ ഫാക്ടറിയിലേക്കാണോ? സാറേ വല്ലതും പറയണോ? അല്ല, സാധാരണ ആരെങ്കിലും അവരെ അന്വേഷിച്ചു വന്നാൽ എഴുതി വെക്കാൻ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. അല്ല, അതെടുത്തോണ്ട് വരണമെന്ന് പറയേ. ഏ ഏ ഇത് കുറച്ചുകൂടി ശരിയാകാനുണ്ട്. ആ റോളർ ഒന്ന് നോക്കണം. പിന്നെ മേഡം പുറപ്പെടാറായിരുന്നു മുതലാളി ചോദിച്ചു. ആ ഡ്രൈവർ വണ്ടി എടുക്ക. എന്റെ ഒരു സ്നേഹിതം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓഫീസറോട് ലീവ് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ഈ അടുത്ത് ആരോ ഒരു ആനയെ വെടിവെച്ചിട്ടു. അതുകൊണ്ട് സെക്യൂരിറ്റി വളരെ സ്ട്രിക്റ്റാ. നീ 10-ാം തീയതി വരുമെന്നല്ലേ എഴുതിയിരുന്നത്? 3-4 ദിവസം മുമ്പ് ജയിലർ പറഞ്ഞു ഇന്ന് പോവാന്ന്. വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല. എന്തേ? വീട്ടിൽ പോകാനല്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് തന്നെ മടങ്ങാനാ ഭാവം? ആ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. നീ എന്താടാ ഈ പറയുന്നത്? കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. എന്ത് ജോലി? അത് തൽക്കാലം നീ അറിയണ്ട. പഴയ സ്വഭാവം ഇതുവരെ മാറ്റാറായില്ല അല്ലേ? പഴയ കണക്കുകൾ തീരുമ്പോ താനേ മാറിക്കോളും. ആ, സമയം ഒരുപാടായി. ഞാൻ വെളുക്കുമ്പേക്കും വരാം. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നല്ല കുളിരുണ്ട്. പെട്ടിക്കെന്നാ കമ്പിളി എടുത്തോ.
ശ്രീദേവി, ശ്രീദേവി, എന്താ? എന്തു പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്ന് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ആദ്യത്തെ സ്ട്രൈക്കിന് തന്നെ ഒരു 5 എണ്ണമെങ്കിലും പോക്കറ്റിലാക്കുന്നതാണല്ലോ. എന്തോ ശ്രീദേവിയുടെ മുഖത്ത് എന്തോ ഒരു വല്ലായ്മയുണ്ട്. ആരാ നോക്ക്. ഹലോ, ഞാൻ വിനോദാണ്. റോങ് നമ്പർ. ഏയ്, എന്റെ കളിയാ. ആരാ? റോങ് നമ്പറാ. ശ്രീദേവിക്ക് എന്താ അസുഖമില്ലേ? നമുക്ക് പിന്നെ കളിക്കാം. വോയിസ്. വണക്കം അയ്യാ. വണക്കം. വണക്കം. വണക്കമ്മ. ആ രമ എപ്പോ വന്നു? ഇപ്പൊ വന്നേയുള്ളൂ ഡോക്ടർ. അമ്മ എന്തി? അമ്മയത്തെ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഡോക്ടർ? സിന്ധുവോള് വന്നില്ലേ? കാർ അയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അല്പ ഫീവർ ഉണ്ടായിരുന്നു. തണുപ്പത്തോടി നടന്നിട്ടാ. ഏതായാലും ഇവിടെ നിർത്തണ്ട. വരുമ്പോ തന്നെ ഡ്രൈവറോട് പറഞ്ഞൊരു വീട്ടിലേക്ക് കൊണ്ടാക്കാൻ. ഞാൻ അല്പം ലേറ്റ് ആവും. ശരി ഡോക്ടർ. എടാ വിനോദേ, പഴയ കാര്യങ്ങൾ ഓർത്ത് നീ നിന്റെ ജീവിതം പാഴാക്കരുത്. നടന്നു കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നത് ബുദ്ധിയല്ല. ഇതുവരെ ഞാൻ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ താളം പോലും തെറ്റിയിട്ടില്ല, തെറ്റുകയുമില്ല. എന്ത് ലക്ഷ്യമെന്നാണ് നീ പറയുന്നത്? എന്നെ വഞ്ചിച്ചിട്ട് ഒരു കിഴവന്റെ പണം മോഹിച്ച് ഇവിടെ കൊച്ചമഞ്ഞ് മഞ്ഞ് നടക്കുന്നില്ല. അവൾ അവസാനിപ്പിച്ചേ ഞാൻ അവിടുന്ന് പോകും. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അവളുടെ കയ്യിലൊരുത്തൻ സ്പർശിച്ചതിനാടാ ഞാൻ ജയിലിൽ പോയത്. കയ്യിൽ സ്പർശിച്ചതിനോ? വാസ്തവത്തിൽ അന്ന് എന്താടാ ഉണ്ടായത്? എന്റെ സ്വപ്നവും സ്വർഗവും എല്ലാം അവളായിരുന്നടാ. അവൾ മാത്രം. ഈ ആണുങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മുത്തശ്ശി പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പിന്നെന്തിനാ വിശ്വസിച്ചത്? അച്ഛനോട് എന്നാ വിനു സംസാരിക്കുന്നത്? ആ എന്നാ അത് പറ. എന്റെ അമ്മ ഒന്നിങ്ങ് വന്നോട്ടെ കൊച്ചേ. എനിക്ക് ആകെ പേടിയാവുന്നു. താൻ എന്തിനാണോ പേടിക്കുന്നത്? ഞാനും താനും തമ്മിലുള്ള അനശ്വരമായ പ്രേമം ഹൈസ്കൂൾ മുതല് ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ തന്നെ കല്യാണവും കഴിക്കുന്നു. പിന്നെന്താ? ഞാൻ പോകുന്നു. വാ, വീട്ടിലേക്ക് വാ, ആരുമില്ല. അയ്യടാ. എടി അത് ഒരിക്കടി. നിനക്കൊക്കെ എന്താ ഇവിടെ പുറത്ത് കാര്യം? അവരെന്നെ കണ്ടങ്ങ് നിന്നതല്ലേ. അച്ഛനില്ലാത്തപ്പോ ഇവിടെ വരരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതെന്താ ശ്രീദേവി അങ്ങനെ പറഞ്ഞത്? അച്ഛനില്ലാത്തപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റൂ. അച്ഛനില്ലാത്തപ്പോ എന്ത് സംസാരിക്കാനാ? ഞാനിവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം. നിങ്ങൾ 3 പേരുണ്ടല്ലോ, മൊത്തമായിട്ട് എന്താണെന്ന് വെച്ചാ ഇറങ്ങൂടെ പുറത്ത്.
എന്നെ വഞ്ചിച്ചവളെ കൊന്നുവന്ന ആത്മശാന്തിയോടെ ഞാൻ ജയിലിലേക്ക് മടങ്ങും. വിനോദ്, വേണ്ട, ഇതെന്റെ പ്രതിജ്ഞയാ. ഞാനത് നിറവേറ്റും. വൃദ്ധനായ ആ മനുഷ്യനെങ്കിലും അവളുടെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്തേ. ആരെ അറിയിക്കാൻ നടക്കായിരുന്നു ഡോക്ടർ? അതിന് ഇയാൾക്ക് എന്ത് അസുഖമാണെന്നാണ് മിസ്റ്റർ വർമ്മ പറയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡോക്ടർ. ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാൻ. 2-3 ദിവസമായി പുള്ളിക്കാരത്തേക്ക് വലിയ ചേഞ്ചാ. അതെ, കൂടുതൽ ശ്രദ്ധിക്കുന്നുകൊണ്ടുള്ള തോന്നലാ. വേണ്ട, ഞാൻ എടുക്കാം. ഹലോ, ഞാൻ വിനോദാണ്. വിനോദ്, ദിസ് ഈസ് 6164. നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ആരാ? ഏതോ ഒരു വിനോദ്. റോങ് നമ്പറാ. എങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. മോളെ കോൺവെന്റ് ഡ്രോപ്പ് ചെയ്യേണ്ടതാ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ആ, ശ്രീദേവി, ആളുകളെ ചുമ്മാ പേടിപ്പിക്കരുത്. വേഗം വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വരണ്ടു പോയി. ഐ എം ഓൾ റൈറ്റ് ഡോക്ടർ. വരട്ടെ. ആ, ഹലോ, റോങ് നമ്പർ. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടു. ഞാനും താനും തമ്മിലുള്ള അനശ്വരമായ പ്രേമം ഹൈസ്കൂൾ മുതൽ ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ തന്നെ കല്യാണവും കഴിക്കുന്നു. ആരോ മുതലാളിയെ കാണാൻ വന്നിരിക്കുന്നു. മുതലാളി എന്നെയോ ചോദിച്ചാ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാണെന്ന് പറഞ്ഞു. എന്താ വിശേഷിച്ച്? ശ്രീദേവി ഉണ്ടോ? മുതലാളിയില്ല, കൊച്ചമ്മയില്ല, പുറത്തു പോയി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ആ, കൂനി വിറയ്ക്കാതെ അയാള് പോയി. താനിന്നനാ തന്നന്നനാ താനിന്ന തനനാ. എന്റെ കുഞ്ഞെവിടെ?
സാറെവിടെ? മുകളിലുണ്ട്, വരൂ. എന്തൊരു കുളിരപ്പോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഓ, ഇന്ന് ശനിയാഴ്ചയാണല്ലോ. എസ്റ്റേറ്റിലേക്ക് പോകണമല്ലേ? ജഗദീഷിന് ബുദ്ധിമുട്ട് തന്നെ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാനും കൂടെ വരാമെന്ന്. അവിടെ കയറ്റവും ഇറക്കമൊക്കെയാ, ശ്രീദേവിക്ക് സാധിക്കില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല മാഡം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം എസ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ എന്താ പ്രയാസം? ജഗദീഷ് ആയതുകൊണ്ടാ എനിക്കൊരു സമാധാനം. ഏതായാലും ഇന്ന് പോകണ്ട. ഇന്ന് അവിടെ പ്രത്യേകിച്ച് ആരുമില്ല. അതെന്താ? ഇന്ന് നാളേക്ക് ലീവല്ലേ? ഓ, അത് ശരി. എനിക്ക് ലീവ് ചോദിക്കാനാ ഞാൻ വന്നത്. എന്തു പറ്റി ജഗദീഷ്? വീട്ടിൽ നിന്ന് അമ്മയുടെ എഴുത്തുണ്ടായിരുന്നു, ഒന്ന് അവിടെ വരെ ചെല്ലണമെന്ന്. മാഡം വാങ്ങിക്കൊടുത്ത ഡ്രസ്സിന് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജഗദീഷ് പോയിക്കോ. ശ്രീദേവി, വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അമ്മയോട് എന്റെ അന്വേഷണം അറിയിക്കണം. ശരി മാഡം. നിക്കൂ, ചായ കുടിച്ചിട്ട് പോവാം. ഒന്ന് നിൽക്കണേ. മുതലാളി ഉണ്ടോ? ഉണ്ട്, മാനേജർ സാറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഹലോ, ഞാൻ വിനോദാണ്. സാറും കൊച്ചമ്മയും കൂടെ പുറത്തു പോയിരിക്കുക. നിങ്ങളാരാ? ഞാനിവിടെ നിക്കുന്നതാ. എന്നാ നിന്റെ കൊച്ചമ്മയോട് പറഞ്ഞേക്ക് വിനോദ് ഫോൺ ചെയ്തെന്ന്. പറയാം. തീർന്നില്ല. നാളെ ഡിസംബർ 31-ാം തീയതി എന്റെയും നിന്റെ കൊച്ചമ്മയുടെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസം. ഞാൻ ജയിലിൽ പോയ ദിവസം. രാത്രി 12 മണിക്ക് നിന്റെ കൊച്ചമ്മയെ കാണാൻ ഞാൻ വരും. സൗകര്യപ്പെട്ട ഭർത്താവിനെ ഉറക്കി കിടത്താൻ പറ. ഭർത്താവുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, ഞാൻ വരും. ഈ കൊച്ചമ്മേ, ഇനി സാരി റിസീവറിൽ നിന്ന് മാറ്റിക്കോ. എന്റെ കയ്യിൽ നിന്ന് ഒരു കാലത്ത് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. വല്ലാതെ വേർത്തല്ലോ. കിച്ചണിലാരുമില്ലേ? ശോഭ പുറത്തു പോയിരിക്കുക. അപ്പോ ഞാൻ ഇനി മറ്റന്നാളെ വരും. ഓക്കെ. വീട്ടിലെല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. ശരി സാർ. എന്തൊരു കുളിരപ്പോ. ആഹാര സാധനങ്ങളെല്ലാം എടുത്തു വെച്ചല്ലോ. ഒരായിട്ടം ദേ വരുന്നു. ശോഭേ, ശ്രീദേവി വിളിക്ക്. ഇനി ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട. നിങ്ങളും വല്ലതും കഴിച്ചിട്ട് കിടന്നു. കൊച്ചമ്മേ, മോലാളി വിളിക്കുന്നു. അല്ല, ഞാനൊന്ന് പുറത്തോട്ട്. പോയിക്കോ. നേരം വെളുക്കുമ്പോ ഇങ്ങ് എത്തണം. ശോഭയൊന്നും പോയിക്കോ. ശരി. കൊച്ചമ്മ, ഞാൻ ഒന്ന്. ശ്രീദേവി, ഡോക്ടർക്ക് ഫോൺ ചെയ്തോ? ഉവ്വ്. പന്ത്രണ്ട് മണി ആകാറായല്ലോ. ഡോക്ടർ എന്താ ലേറ്റ് ആകുന്നത്? അത് ഡോക്ടർ എന്താ ലേറ്റ് ആവുന്നത്?
എത്ര നേരമായി ഡോക്ടർ കാത്തിരിക്കുന്നു? എല്ലാം റെഡിയാണല്ലോ. ശ്രീദേവി എവിടെ? കൊണിയാക്ക്. ശ്രീദേവി ഇന്നൊരു പെർമിഷൻ തന്നിരിക്കുക, ഒരല്പം. ദാറ്റ്സ് ഗുഡ്. ഫെസ്റ്റിവൽ ഒക്കെ ആകുമ്പോ ഒരല്പം ആകാം. അതിനെന്താ, അങ്ങനെ ആയിക്കോട്ടെ. ശ്രീദേവി പേടിക്കൊന്നും വേണ്ട. ഞാൻ വെയിറ്റ് ചെയ്യണോ സാർ? വേണ്ട, ഞാൻ തിരിച്ചു വരുമെന്നറിയില്ല. ശരി. ഹാപ്പി ന്യൂ ഇയർ. Cheers. Please. Come on. Come on, man. Come on. Come on. Drop the knife. Drop the knife! Move. No. കറക്റ്റ് സമയത്താണ് താനും എത്തിയത്. നന്നായി. എന്റെ ഭാരം പകുതി കുറഞ്ഞു. എല്ലാം മംഗളകരമായി അവസാനിച്ചു. പിന്നെ ഇത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. ഇന്ന് നേരം വെളുക്കുന്നവരെ ധാരാളം സമയമുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ടാവും. ആ നിലയ്ക്ക് ഞാൻ കൂടുതൽ നേരം നിന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് ഭംഗിയല്ല. തന്നെയല്ല, മോൾ എഴുന്നേറ്റാൽ എന്നെ അന്വേഷിക്കും. ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ശ്രീദേവ് ഫോൺ ചെയ്ത് പോലീസിനെ അറിയിക്കില്ല. ആ നിലയ്ക്ക് മിസ്റ്റർ വിനോദിനും അത് ചെയ്യാൻ കഴിയില്ലല്ലോ, അല്ലേ? നേരം വെളുക്കുമ്പോൾ ഇതൊരു ആത്മഹത്യ ആയിരിക്കണം. ഐ മീൻ സൂയിസൈഡ്. ഉദയവർമ്മ മുതലാളി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ശ്രീദേവിയോട് ചോദിച്ചാൽ പറയും. ബൈ ദ ബൈ, ഇതെന്റെ കാർഡാണ്. വാങ്ങിക്കൂ. വല്ലപ്പോഴൊക്കെ വരണം. അല്ല, വരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. വരാതെ പറ്റില്ലല്ലോ. ആത്മഹത്യ മറക്കണ്ട. തോക്കി ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇത് നിങ്ങൾക്കൊരു സഹായമായിരിക്കും. ഇതിൽ 5 ബുള്ളറ്റ്സ് ബാലൻസ് ഉണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. Then wish you happy new year.
ഈശ്വരനോർത്ത് പോലീസിൽ ആരുടെ മുമ്പിൽ അറിയിക്കരുത്. നിന്ന്? മാറാൻ. ഞാൻ പിഴച്ചവളാണ്, സമ്മതിച്ചു. സമാധാനായോ? ഇനി മറ്റെന്തെങ്കിലും കൂടി വിനുവിന് അറിയണോ? ഞാൻ എന്തുകൊണ്ടാണ് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നതെന്ന് വിനു ചോദിക്കാത്ത എന്താ? അതിന്റെ ആവശ്യം വിനുവിനില്ല. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് വിനു അതറിയണം. ശ്രീദേവിയുടെ പൂർവ്വകാല ചരിത്രത്തെ പറ്റി എനിക്ക് കേൾക്കണമെന്നില്ല. അതെന്തു തന്നെ ആയാലും ഞാൻ അവളെ വിവാഹം കഴിച്ചോളാം. പിന്നെ അവളുടെ 2 സഹോദരിമാരെയും ഞാൻ വിവാഹം കഴിപ്പിച്ചയക്കാം. പിന്നെ ഇവിടെ നല്ലൊരു വീടും വെച്ച് തരാം. കൃഷ്ണപിള്ള ചേട്ടൻ ഇനി എന്താണ് ആലോചിക്കുന്നത്? എന്റെ മോളോടല്ലാതെ അച്ഛന് വേറെ ആരോടും പറയാനില്ല. പുര നിറഞ്ഞു നിൽക്കുന്ന നിന്റെ അനുജത്തിമാരുടെ ഭാവിയെങ്കിലും എന്റെ മോൾ ഓർക്കണം. ഇവരിങ്ങനെ നിൽക്കുമ്പോ ഞാൻ മരിച്ചാലും എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല മോളെ. ഞാൻ മോളുടെ കാലിൽ വിളിക്കാം. അച്ഛാ, എന്റെ മോളൊന്നും മൂളിയാൽ ഈ കുടുംബം രക്ഷപ്പെടും. ഒന്നുമില്ലെങ്കിലും നിന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായല്ലോ. ഈശ്വരനെ കരുതി ഞങ്ങളെ രക്ഷിക്കും. രോഗിയായ അച്ഛന് നിങ്ങളെ കല്യാണം കഴിച്ചയക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല മോളെ. സ്വന്തം അച്ഛൻ കാലിൽ വീണ് യാചിച്ചപ്പോൾ, സ്വന്തം അനുജത്തിമാരുടെ കണ്ണുനീര് കണ്ടപ്പോൾ, അർദ്ധപട്ടിണിയിലായിരുന്ന കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ആത്മഹത്യ ചെയ്യായിരുന്നു. ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സുഖത്തിനും കെൽപ്പില്ലാത്തൊരു പുരുഷനെയാണ് ഭർത്താവായി സ്വീകരിക്കേണ്ടതെന്ന് വിവാഹത്തിന് മുൻപേ ഞാൻ അറിഞ്ഞിരുന്നു. ഒരു കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയും ഭർത്താവില്ലാതെ ഗർഭിണിയായി എന്ന അപമാനം വരുത്തിവെച്ച ഞാൻ എന്ത് ചെയ്യണം? വിനുവിനെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ. പക്ഷെ ദയവീതി വിവരം പോലീസിൽ അറിയിക്കരുത്. ആ ഡോക്ടർ അത്ര ക്രൂരനാണ്. എന്താ ശ്രീദേവി പറയുന്നത്? വിനു ജയിലിൽ പോയത് ശരിയാണ്. പക്ഷെ ഗർഭിണിയായിരുന്ന ഞാൻ പ്രസവിക്കുന്നവരെ അനുഭവിച്ച യാതനകൾ എന്തൊക്കെയാണെന്ന് വിനുവിനറിയാമോ? വിനുവിന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നില്ല. ഞാൻ നൊന്ത് പ്രസവിച്ചു. കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി രഹസ്യമായി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട നേഴ്സ് ലീലാമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു. നമ്മുടെ കുഞ്ഞിന്ന് ഡോക്ടറുടെ കയ്യിലാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഈ സംഭവം പോലീസിൽ അറിയിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ അയാൾ കൊന്നു കളയും. പ്ലീസ്, എന്റെ മോളെ രക്ഷിക്കൂ. ഞാൻ പറഞ്ഞ പോലെ അല്ലാതെ യാതൊരു കാരണവശാലും വാക്കുകൾ മാറരുത്. അവർ മറിച്ചും തിരിച്ചും എല്ലാം ചോദിക്കും. മനസ്സിലായോ? എനിക്ക് പേടിയാവുന്നു. ധൈര്യമായിട്ടിരിക്കേ. തൽക്കാലം ഇത് ആത്മഹത്യ തന്നെയാ. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം.
വരൂ. മിസ്സസ് വർമ്മ അല്ലേ? ഇരിക്കും. നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടത്? രാവിലെ എഴുന്നേറ്റപ്പോ. സാധാരണ മിസ്റ്റർ വർമ്മ പരസഹായമില്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാറുണ്ടോ? എന്റെ ഓർമ്മയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് വളരെ ബുദ്ധിമുട്ടായി പോയതുകൊണ്ട് പിന്നീട് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇന്നലെ രാത്രി നിങ്ങൾ എപ്പോഴാ കിടന്നത്? ന്യൂ ഇയർ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഗസ്റ്റായി ഡോക്ടർ തോമസ് കുര്യൻ ഉണ്ടായിരുന്നു. ആഹാരം കഴിഞ്ഞ് 1 മണിയോടെ അദ്ദേഹം പോയി. ഒട്ടും താമസിക്കാതെ ഞങ്ങൾ കിടക്കുകയും ചെയ്തു. ഇന്നലെ പ്രത്യേകിച്ച് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ഞാൻ പിൽസ് കൊടുക്കുകയും ചെയ്തു. എന്ത് പിൽസ്? നൊവാൽജിൻ. ഉറങ്ങാൻ കിടന്നപ്പോ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? പാല് കുടിച്ചു. ഉറക്കത്തിൽ ശബ്ദമൊന്നും കേട്ടില്ലേ? പുറത്ത് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ട്. പടക്കത്തിന്റെ ശബ്ദം കേട്ടിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ഞാൻ ശരി, നിങ്ങൾ എപ്പം റിലാക്സ് ചെയ്യും. എന്താണോ തന്റെ പേര്? രായപ്പൻ. എന്തു പറ്റി? എപ്പോഴും കുളിരാ സാറേ. കുളിരൊക്കെ ഞാൻ മാറ്റിത്തരാം കേട്ടോ. എങ്ങനെയാണോ മാറ്റുന്നത്? നീ എത്ര കാലമായി ഇവിടെ പണിയെടുക്കുന്നു? 5-6 കൊല്ലമായി. കൃത്യമായിട്ട് അറിയില്ല? അറിയാം, 6 കൊല്ലമായി. ശമ്പളമൊക്കെ കൃത്യമായി തരാറുണ്ടോ? തരാറുണ്ടോന്ന് ചോദിച്ചാ ഞാൻ കൃത്യമായി വാങ്ങിക്കാറുണ്ട്. ഇന്നലെ ആരൊക്കെ വന്നടാ ഇവിടെ? പകൽ ആരും വന്നില്ല. പ്രത്യേകിച്ച് രാത്രി ഡോക്ടർ സാർ ആഹാരം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അതിനുള്ള ഒരുക്കവും ഉണ്ടായിരുന്നു ഇവിടെ. ഡോക്ടർ പോയതിനു ശേഷം നീ എന്തിനാ മുകളിലേക്ക് പോയത്? ഞാൻ വെറുതെ പോയില്ല. വരണ്ടാന്ന് പറഞ്ഞ കാരണം ഞാൻ പോയില്ല. ആര്? വർമ്മ സാറ്. രാവിലെ കൊച്ചമ്മയുടെ കരച്ചില് കേട്ടാ ഞാൻ എഴുന്നേറ്റത്. നിന്നെ കണ്ട ഒരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോടാ. ഞാൻ കൊച്ചിലേ മുതൽ ഇങ്ങനെയാ. അയ്യോ. നീ ഇന്നലെ എത്ര മണിക്ക് ഉറങ്ങി? 12 മണി ആയി കാണും. വേറെ ഒരു ശബ്ദവും കേട്ടില്ലേ? ഇല്ല. കൊച്ചമ്മയും സാറും തമ്മിലുള്ള സംസാരം ഒന്നും ഇല്ല അമ്മ. നീ വയ്ക്കോ. നിങ്ങൾ ആരാ? ഞാനിവിടുത്തെ മാനേജരാ. പേര്? ജഗദീഷ്. നിങ്ങൾ എവിടുന്ന് വരുന്നു? എനിക്കിവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇന്നലെ എപ്പോഴാ പോയത്? മിനിയാന്ന് പോയതാ. നാട്ടിൽ പോകാൻ 2 ദിവസത്തെ ലീവ് വാങ്ങി. നല്ല സുഖമില്ലാത്തതുകൊണ്ട് പോയില്ല. ഇന്ന് പോകാമെന്ന് കരുതി. ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല. വന്നെന്ന് രാജപ്പൻ പറഞ്ഞല്ലോ. ഇല്ല സർ, ഇന്നലെ മുഴുവൻ ഞാൻ കിടപ്പിലായിരുന്നു. എനിക്കൊന്ന് മാഡത്തിനെ കാണണമായിരുന്നു. ഐ എം ഡോക്ടർ തോമസ് കുര്യൻ. ബോഡി കൊണ്ടുപോയി? ഇല്ല. ഇന്നലെ രാത്രി ഏകദേശം 1 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ വർമ്മ വളരെ സന്തോഷത്തോടെയാണ് യാത്ര പറഞ്ഞത്. ഐ കാൻ ബിലീവ് ഇറ്റ്. എനിക്ക് ഡെഡ് ബോഡി ഒന്ന് കാണണം. എന്തായി? കഴിഞ്ഞു സാർ. പുറത്ത് വെയിറ്റ് ചെയ്യും. സാർ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഇന്നലത്തെ സംസാരത്തിൽ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞങ്ങൾ തമ്മിൽ 10 വർഷത്തെ സ്നേഹബന്ധമാണ്. പക്ഷെ ഇന്നലെ കുഞ്ഞുങ്ങളില്ല എന്നുള്ള ദുഃഖമൊഴിച്ചാൽ അദ്ദേഹം ഹാപ്പി ആയിരുന്നു. ഡോണ്ട് മിസ്റ്റേക്ക് മീ.
എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് തരണം. ഓഫ് കോഴ്സ്, വൈ നോട്ട്? താങ്ക് യു. ജഗദീഷ് എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എങ്ങനെ അറിഞ്ഞു? ആ അഗസ്റ്റ് വന്ന് പറഞ്ഞതാ. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണ്ടിയിരുന്നു. ഞാനിപ്പോ കൊണ്ടുവരാം, പ്ലീസ്. ആത്മഹത്യ തന്നെയല്ലേ? ഞാൻ പോകുന്നു. കുട്ടിയെ സ്കൂളിൽ വിടണം. അതിനടുത്തുള്ള ശ്മശാന ഓർമ്മ വേണം. ഉം? വിനു, വിനു, എടാ ഇത് കണ്ടോ? വർമ്മ മുതലാളി ആത്മഹത്യ ചെയ്തു. ഇന്നലെ രാത്രിയാണല്ലോ സംഭവം. എടാ, നീ ഇന്നലെ എത്ര മണിക്കാ മടങ്ങി വന്നത്? ഞാൻ അല്പം ലേറ്റായി. സത്യം പറ, അവിടെ എന്താ നടന്നത്? എന്ത്? നിനക്കൊന്നും അറിയില്ലേ? എന്തറിയില്ലെന്ന്? നീ ഇന്നലെ എവിടെയായിരുന്നു? എടാ, നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? പോലീസ് അന്വേഷിച്ചു വരുമെന്ന് അറിയാനാ. ആ, ഞാനല്ല വന്നത്. പിന്നെ ആരാ? അയാൾ ആത്മഹത്യ ചെയ്താണെന്ന് നീ പേപ്പറിൽ വായിച്ചില്ലേ? ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ അച്ഛന്റെ സ്ഥാനത്തായിരുന്നു അദ്ദേഹം. എല്ലാം കഴിഞ്ഞു. ഇനി നാട്ടിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. നിങ്ങൾ ഇവിടെ ഉള്ളതാ എന്റെ ഏക ആശ്വാസം. ജഗദീഷും കൂടി ഇവിടുന്ന് പോയാ അവൾ ആകെ തകരും. പിന്നെ എന്റെ കുഞ്ഞിന് ആരാ ഒരു സഹായത്തിന്? മഞ്ഞും മധുമാരിയും തൂകും വെൺമേഘമേ, നളിനവനം പോകി മെല്ലെ മറയും ഹംസമേ, അറിയില്ലേ എന്നെ മറന്നുവോ നീ? തരികില്ലയല്ലേ മലരിനെ നീ?
മോളെ ഇത് വിനോദെങ്കിൽ ഇതെന്റെ മകളുടെ എന്റെ മകന്റെ മകളാ. അജിത്, ടേക്ക് കെയർ. ആ, മോള് പോയി കളിച്ചു. ഡാഡിയും വാ. ആ, എന്റെ പൊന്നു മോളല്ലേ. ഡാഡി വരാം. ഡാഡി ഈ അങ്കിളിനോടൊന്ന് സംസാരിച്ചോട്ടെ. ഓക്കെ? യെസ് ഡാഡി. വെരി ഗുഡ്. ആത്മഹത്യ തന്നെയല്ലേ? ഈവനിങ് പേപ്പറിലുണ്ട്. ഗുഡ്. ആത്മഹത്യ തന്നെയാണ്. ഞാൻ ഐജിയുമായി സംസാരിച്ചു. പോലീസിന് വലിയ സംശയമൊന്നുമില്ല. മറിച്ചൊരു സംശയം ജനിക്കണമെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അജിത്, മോളെ നോക്കണേ. ദൂരെയും കൊണ്ടുപോകല്ലേ. ബൈ ദ ബൈ, ശ്രീദേവിയുമായി കോണ്ടാക്ട് ചെയ്തോ? ഞാൻ തൽക്കാലം അങ്ങോട്ട് പോയില്ല. ഫൈൻ. ടെലിഫോൺ ചെയ്യരുത്. പോലീസ് ഫോൺ ടേപ്പ് ചെയ്യും. ശരി. പിന്നെന്താ, പരിഭ്രമിക്കാനൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും ഞാനുണ്ട്, എന്റെ കൂടെ നിൽക്കുന്നത് വരെ. വിനോദ് പൊയ്ക്കോളൂ. സമയം കിട്ടുമ്പോഴൊക്കെ വരണം. വരുമല്ലോ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ഡോക്ടർ എന്തിനാ വർമ്മയെ കൊന്നത്? നോ, അത് നിങ്ങൾ അറിയണ്ട. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഡാഡി വിനോദ് പൊയ്ക്കോളൂ. വർമ്മയെ കൊല ചെയ്തെന്നാ ഇപ്പോഴും മനസ്സിലാകാത്തത്. ഞാൻ ചോദിച്ചു. എന്തു പറഞ്ഞു? അത് നിങ്ങൾ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. എന്തോ കുറച്ച് ക്യാഷ് അയാളെ കൈപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും അങ്ങനെ സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്.
ഇതയാൾ ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരിക്കില്ല. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഹീസ് എ ബോൺ ക്രിമിനൽ. അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്തിട്ട് ഇത്ര ഈസി ആയിട്ട് നടക്കില്ല. എനിക്ക് കുഞ്ഞിന്റെ കാര്യത്തിലെ ഭയം. ശ്രീദേവി വിഷമിക്കണ്ട. കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ പിന്നെ അയാൾ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ ചെന്നാൽ തിരികെ പോരുമ്പോ കുഞ്ഞ് എന്റെ കയ്യിലിരിക്കും. വിനു വളരെ സൂക്ഷിക്കണം. കാരണം ആ കോമ്പൗണ്ടിൽ അയാളുടെ ആളുകൾ പല സ്ഥലത്തും പതുങ്ങി നിൽക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതാ. ഏതായാലും ഞാൻ പോട്ടെ. ശരി, വരുന്നാരും കണ്ടില്ലല്ലോ? ഇല്ല. എങ്കിൽ വേഗം പോയിക്കോളൂ. ഞാൻ വിളിക്കാം. എന്താ ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? അല്ല, ബെല്ലടിച്ചിട്ട് ആരെയും കണ്ടില്ല. ആരെ കാണേണ്ടത്? ഡോക്ടർ തോമസ് കുര്യന്റെ വീടല്ലേ? ഓ, അത് ഇതല്ല. ഡോക്ടർ വീട് ഇതിൽ നേരെ നടക്കുമ്പോ റൈറ്റ് സൈഡിൽ ഒരു ലേക്ക് കാണുന്നില്ലേ? ആ ലേക്കിന്റെ കരയിൽ ഒറ്റയ്ക്ക് കാണുന്ന വീടാ. താങ്ക് യു സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ ജഗദീഷ്? ഫാക്ടറിയിലെ കുറച്ച് അക്കൗണ്ട്സ് നോക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ നോക്കാം. എന്നാ ഞാൻ കോട്ടേഴ്സിലേക്ക് പോയിക്കോട്ടെ? ആ. വേറൊന്നുമില്ലോ? ഇല്ല. ഐജി വിളിച്ചിരുന്നോ? ഉം. പലരും ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. സത്യം നമുക്കല്ലേ അറിയൂ. Come on, get up. ഭയപ്പെടണ്ട. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നല്ല, കാണാൻ വന്നത്. വളരെ നേരമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കാം. നിങ്ങൾ ആരാണ്? പറയാം. എന്റെ പേര് റോബർട്ട്. ഞാൻ ശ്രീദേവി അന്വേഷിച്ചു വന്നാണ്. എന്തിന്? സുഹിക്കാൻ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? വർമ്മയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മനസ്സിലായില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീദേവി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം നിങ്ങൾക്കറിയാമോ? ഇല്ല. അവളുടെ കള്ളക്കാമുകൻ ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. വിനോദ് എന്നെ വെട്ടിയതിനാണ് ജയിലിൽ പോയത്. തിരിച്ചവൻ ജയിലിൽ നിന്നും അവന്റെ വീട്ടിലേക്ക് വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷേ അവൻ അങ്ങോട്ട് വന്നില്ല. വന്നിരുന്നെങ്കിൽ വർമ്മ മുതലാളി മരിക്കില്ലായിരുന്നു. അതിനു മുമ്പേ അവനെ ഞാൻ വകവരുത്തിയേനെ. അവൻ നേരെ വന്നത് ഇങ്ങോട്ടാണ്, ശ്രീദേവിയുടെ നിർദ്ദേശം അനുസരിച്ച്.
ഒരാഴ്ചയായി അവൻ വന്നിട്ട്. അതിനുള്ളിൽ അവർ രണ്ടുപേരും ചേർന്നാണ് ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതും മുതലാളിയെ കൊന്നതും. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനത് തെളിയിച്ചുതരാം. രാജപ്പ, രാജപ്പ, എന്തോ ഇവിടെ വാ. എന്താ സാർ? പോലീസിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു, അതേക്കുറിച്ച് അറിയാനാ. എന്താ സാർ? ഒരു ചെറുപ്പക്കാരൻ കൊച്ചമ്മ അന്വേഷിച്ച് ബംഗ്ലാവിൽ വരാറുണ്ടായിരുന്നു. ചെറുപ്പക്കാരനോ? അതെ, മോഡേൺ ഡ്രസ് ഇട്ട് വെളുത്ത് അല്പം പൊക്കം കൂടിയ ആള്. ഉവ്വ സാർ. 1-2 പ്രാവശ്യം കൊച്ചമ്മയെ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിനാ? എന്തൊരു വിളിച്ച നിർത്ത്, വണ്ടി നിർത്തിക്ക്. മിസ്റ്റർ ജഗദീഷ്, ആ ടെലിഫോൺ ബൂത്തിൽ കയറി നിന്ന് സംസാരിക്കുന്നവനാണ് കക്ഷി. തീർച്ചയായും അവൻ ശ്രീദേവിക്ക് ഫോൺ ചെയ്യായിരിക്കും. വേണമെങ്കിൽ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കൂ. ഒന്ന് ഫോൺ ചെയ്തോ. എൻഗേജ്ഡ് ആണല്ലോ. ഇനി ഒന്ന് ഡയൽ ചെയ്തോ, കിട്ടും. ഹലോ, ഓഹോ, ഇതൊരു പുതിയ മൂവ്മെന്റ് ആണല്ലോ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ചയായുള്ളൂ സാർ. ആട്ടെ, നിങ്ങൾ പെറ്റീഷൻ കൊടുത്തോ? ഇല്ല സാർ. കൊടുക്കണം, ഉടൻ തന്നെ കൊടുക്കണം. ശരി സാർ. ഓക്കെ. മിസ്റ്റർ വിനയചന്ദ്രൻ, തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫയൽ ഒന്ന് റീഓപ്പൺ ചെയ്താൽ എന്താ? സാർ, ബോഡി ബേൺ ചെയ്തതാണല്ലോ. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണോ മിസ്സിസ് വർമ്മ പറഞ്ഞു വരുന്നത്? അതെ. പ്രോപ്പർട്ടീസ് പലതും നിങ്ങളുടെ പേരിലാക്കാൻ നിർബന്ധിച്ചതിന്റെ കാരണം? ഞാൻ നിർബന്ധിച്ചതല്ല, പുള്ളി സ്വമനസാല ചെയ്തതാണ്. നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണെന്നാണല്ലോ ജഗദീഷ് പറഞ്ഞത്. ജഗദീഷ് അങ്ങനെ പറയില്ല. കാരണം? അയാൾ വിശ്വസ്തനാണ്. ആർക്ക്? നിങ്ങൾക്കോ അതോ മിസ് വർമ്മയ്ക്കോ? ഞങ്ങൾ രണ്ടുപേർക്കും. മിസ്റ്റർ വിനോദിനെ നിങ്ങൾക്കറിയാമോ? മിസ്റ്റർ വിനോദിനെ നിങ്ങൾ അറിയുമോ എന്ന്? ഏത് വിനോദ്? ഏത് വിനോദിനെ അറിയാം? എനിക്കറിയില്ല. ഒരു വിനോദിനെ അറിയില്ലേ? ഇല്ല. ഈ ഫോട്ടോ ശ്രീദേവിയുടേതാണോ? അതെ. ഈ അടുത്ത് നിൽക്കുന്ന ആരാ? മിസ്സിസ് വർമ്മ, റിലാക്സ്, റിലാക്സ്. സത്യം പറയണ റാസ്കൽ. അയ്യോ അയ്യോ, സത്യം പറഞ്ഞിലേക്ക് കൊന്നു കളഞ്ഞു. വർമ്മയെ കൊന്ന അന്ന് രാത്രി. കൊന്നതോ? അതെ, അന്ന് രാത്രി വർമ്മയ്ക്ക് നീയല്ലേ പാല് കുടിക്കാൻ കൊടുത്തത്? അയ്യോ, ഞാനല്ല പാല് കൊടുത്തത്. അയ്യോ, വർമ്മ സാർ രാത്രി പാല് കുടിക്കാറില്ല. പാല് കുടിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ? ഉവ്വ്, 1-2 പ്രാവശ്യം ബംഗ്ലാവിൽ വന്നിട്ടുണ്ട്. ആരെ കാണാനാ? മിസ്റ്റർ വർമ്മയെ കാണാനോ അതോ ശ്രീദേവിയോ? കൊച്ചമ്മയെ കാണാൻ.
നീ നാളെ സ്റ്റേഷനിലേക്ക് വരണം. ഓ വരാവേ. ആരുമില്ല ഇവിടെ? ഉം. ആരായി വിനോദ്? ഞാനാ. ഇത് നിങ്ങളുടെ വീടാണോ? അല്ല, എന്റെ സ്നേഹിതന്റെ. അയാളുടെ പേരെന്താ? ബഷീർ, ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡാ. ഓഹോ, നിങ്ങൾ വർമ്മ മുതലാളിയുടെ ഭാര്യ ശ്രീദേവി അറിയോ? വിവാഹത്തിന് മുമ്പറിയും. മിസ്റ്റർ വർമ്മയുടെ കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങൾ ശ്രീദേവിയെ കാണാൻ ചെന്നിരുന്നല്ലോ. എന്തിനാ? ഞാനിവിടെ പോയിട്ടേ ഇല്ല. ഒരിക്കൽ പോലും ഇല്ല. വർമ്മയുടെ കൊലപാതകവും നിങ്ങളെയും ചേർത്ത് ഒരു പെറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. കോൺസ്റ്റബിൾ സർ. ഇയാളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒന്ന് എഴുതിയെടുക്കുക. സർ. എന്താണ് പേര്? വിനോദ്. ഹലോ. ഡോക്ടർ ഉണ്ടോ? ഇല്ലല്ലോ, ഹോസ്പിറ്റലുണ്ടാവും. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. സോറി, ഇവിടെ എത്തിയിട്ടില്ല. ഡോക്ടർ വന്ന ശ്രീദേവി വിളിച്ചിരുന്നു. അർജന്റായി ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. ഡോക്ടർ ഇവിടെ. അവിടെയുണ്ട്. എന്താ പോലീസ് അന്വേഷിച്ചു വന്നു? അതെ. ഓ, അതൊന്നും കാര്യാക്കണ്ട. അതെല്ലാം പോലീസിന്റെ ഒരു തരം വേലയല്ലേ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ? എന്ത് പ്രശ്നം? ആത്മഹത്യ തന്നെ. ഓ, ഇനിയിപ്പൊ കത്തിച്ച് ആരെല്ലാം കൂട്ടി നോക്കാൻ പോകുന്നു. മിസ്റ്റർ വിനോദ്, നിങ്ങൾ പേടിക്കണ്ട. എന്തു വന്നാലും ഞാൻ ഏറ്റു. ഞാൻ IG വിളിച്ചിരുന്നു, കിട്ടിയില്ല. അഥവാ പോലീസ് അറസ്റ്റ് ചെയ്താൽ തന്നെ ഞാനല്ലേ ഉള്ളത്. അടുത്ത നിമിഷം വെളിയിൽ കൊണ്ടുവരും. നിങ്ങൾ പതറാതിരുന്നാ മതി. നിങ്ങളവിടെ പോയിട്ടില്ല, അത് തന്നെ. എന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. ഗുഡ്. പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇതിനു മുമ്പ് വർമ്മ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതിനെ ഞാൻ പിന്തിരിപ്പിച്ചതാണെന്ന് IG-യോട് രഹസ്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എന്നെ വിശ്വാസവുമാണ്. വിനോദ്, സിന്ധുമോള് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറ്റി. ഞാനില്ലാത്തപ്പോൾ ഇവിടെ നിർത്തുന്ന അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. എനിക്കാണെങ്കിൽ ശ്രദ്ധിക്കാൻ സമയമില്ല. വിനോദ് വെക്കുള്ളൂ. പൊയ്ക്കോളൂ. സിന്ധുമോൾ എവിടെ? സിന്ധുമോളെ ബോർഡിങ്ങിൽ ചേർത്തു. ഏത് ബോർഡിങ്ങിൽ? അറിയില്ല. ഡോക്ടർ, ദയവേത് വിനോദിനെ രക്ഷിക്കണം. എനിക്ക് വേണ്ടി ഒരിക്കൽ വിനു ജയിലിൽ പോയതാ. വീണ്ടും ചെയ്യാത്ത കുറ്റത്തിന് പ്ലീസ് ഡോക്ടർ. പോലീസ് വിനോദിനെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറയില്ല. ഹെൽപ്പ് മീ പ്ലീസ്. ശ്രീദേവി എന്തായി പറയുന്നത്? ഇത് എന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണോ? ഐ വിൽ ട്രൈ. ഞാൻ ശ്രമിക്കാം. ഞാൻ മറ്റാരോടാ ഇതൊക്കെ പറയാ? ശ്രീദേവി ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ അങ്ങനെ നടക്കും. ഒരുപക്ഷെ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും വരാം. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് വിനോദിനെ വധശിക്ഷയ്ക്ക് വിധിച്ചെന്നിരിക്കും. അതിന് മിസ്സിസ് വർമ്മയ്ക്കോ ഡോക്ടർ തോമസ് കുര്യനോ എന്തിരിക്കുന്നു? ഇങ്ങനെ നിർദ്ദയം സംസാരിക്കരുത് ഡോക്ടർ. നിർദ്ദയം എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കാതിരുന്നാൽ മതി. മകൾ സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക. ഡോണ്ട് ആർഗ്യൂ വിത്ത് മീ. മനസ്സിലായല്ലോ? എന്താ ജഗദീഷ്? ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റി എന്താന്ന് ആലോചിക്കുക. അതെന്താ? അല്ല, മാഡത്തിന് ഏകാന്തത ഒരു ബുദ്ധിമുട്ടായി തോന്നി കാണും. എനിക്കെന്താ ബുദ്ധിമുട്ട്?
വർമ്മ സാറിന്റെ മരണം കൊലപാതകമാണെന്നുള്ള പോലീസിന്റെ സംശയത്തിൽ വിനോദിന് മാത്രമല്ല മാഡത്തിനും പങ്കുണ്ടെന്നായിരുന്നു പരാതി. മാഡത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് അല്ല, പകലായാലും രാത്രിയായാലും ഒരു കൂട്ടുണ്ടാകുന്ന നല്ലതല്ലേ? വേറൊന്നല്ല, ഞാൻ ഈ വീട്ടിൽ താമസിച്ചാലും രാത്രി മാഡത്തിനോട് ഉറങ്ങിയാലും വേറെ ആരും അറിയാൻ പോകുന്നു. നീ ആരോട് സംസാരിക്കുന്നറിയോ? അതിനിത്ര ഒച്ച വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വർമ്മ സാറ് ജീവിച്ചിരിക്കുമ്പോ വിനോദിന് ഇവിടെ കിടന്ന് ഉറങ്ങാല്ലേ? ഇതൊരു തുടക്കമല്ലേ കൊച്ചേ? അല്ല, എനിക്കൊരു സംശയം, കൊച്ചമ്മ എന്തിനത്ര പതിവ്രതയാമെന്ന്? കനിയൊന്നുമല്ലോ, ഒന്ന് പെറ്റതല്ലേ? റോബർട്ട്, ആരും അറിയില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ആലോചിക്ക്. ഞങ്ങൾ പോയിട്ട് വരാം. ഇതൊക്കെ ഇവിടെ പുതുമയൊന്നുമല്ല ശ്രീദേവി. വരട്ടെ. റോബർട്ട് ഇവിടെ എങ്ങനെ എത്തി? അതും ജഗദീഷിന്റെ കൂടെ. ഇതിലെന്തോ ചതിയുണ്ട് വിനു. എനിക്കാകെ ഭയമാവുന്നു. ഞാൻ സത്യം പറഞ്ഞ് പോലീസിന്റെ പിടിയിൽ നിന്നും വിനുവിനെ രക്ഷിക്കാം. ആ ഡോക്ടർ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അവിവേകം കാണിക്കൽ ശ്രീദേവി. എന്റെ കാര്യം ഒരു പ്രശ്നമല്ല, പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം. ശ്രീദേവി കരഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കണം. ഭയപ്പെടാതെ എല്ലാം ഞാൻ ശരിയാക്കാം. ശ്രീദേവി എങ്കിലും എന്റെ കൂടെ ഉറച്ചു നിന്നില്ലെങ്കിൽ ഞാൻ പതറിപ്പോയില്ലേ? ധൈര്യമായിട്ട് പൊക്കോളൂ. കുഞ്ഞിനെ രക്ഷപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഡോക്ടർ തോമസ് കുര്യൻ, അവനെ ഞാൻ വെറുതെ വിടില്ല. അയാൾ എന്നെ ചതിക്കുകയായിരുന്നു. ടൈം കഴിഞ്ഞു. പൊയ്ക്കോളൂ. മധുമാരിയും തൂകും വെൺമേഘമേ, നളിനവനം പോകി മെല്ലെ മറയും ഹംസമേ, അറിയില്ലേ എന്നെ മറന്നുവോ നീ? തരികില്ലേ മലരിനേ നീ? മഞ്ഞും മധുമാരിയും തൂകും
കൊലപാതകം ചെയ്തിട്ട് മിടുക്കനായി നടക്കാമെന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? അതെ, അത് തന്നെയാണ്. നിരപരാധിയെ കൊലയാളിയാക്കി സുഖമായി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ജീവിക്കും, തീർച്ചയായും. എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. എനിക്ക് തെറ്റിയിട്ടില്ല. അത് നിങ്ങളുടെ മനക്കോട്ടയാണ്. ഒരിക്കലുമല്ല. ഞാൻ വിചാരിച്ചാൽ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ അറസ്റ്റ് ചെയ്യിക്കും. നീ വിചാരിക്കില്ല. നിന്റെ കുഞ്ഞ് എന്റെ പക്കലുള്ളിടത്തോളം കാലം നിനക്കത് ചെയ്യാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ എന്തിനെന്നെ ശിക്ഷിക്കുന്നു? നിങ്ങൾ എന്റെ മകളെ കൈക്കലാക്കി നിരപരാധിയായി വിനുവിനെ കൊലപാതകയാക്കി പാവപ്പെട്ടെന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നു. നിന്റെ കുഞ്ഞിനെ ഞാൻ കൈക്കലാക്കിയത് ശരിയാണ്. നിന്റെ പഴയ കാമുകനെ കൊലപാതകയാക്കിയതും ശരിയാണ്. പക്ഷെ നിന്റെ ഭർത്താവ് നിരപരാധിയോ? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ആ ദ്രോഹി നിരപരാധിയോ? നിനക്കറിയാമോ അവൻ ആരായിരുന്നുവെന്ന്? നിനക്കറിയാമോ അവൻ എന്താണ് ചെയ്തതെന്ന്? നിനക്കറിയാമോ എന്റെ മകൾ എങ്ങനെയാ മരിച്ചതെന്ന്? എന്റെ മകളെ കൊന്നതാരാണെന്ന് നിനക്കറിയാമോ? നിന്റെ ഭർത്താവ് ചമഞ്ഞ ആ ദ്രോഹി. എന്റെ സ്വപ്നങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സ്വർഗരാജ്യമായിരുന്ന എന്റെ മകളെ കേവലം ഒരു ഉദയോർമ്മ പിച്ചു ചീന്തിയാൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയോ? നോ, നെവർ. എന്റെ മകൾ, മൈ ഓൺലി ഡോട്ടർ. എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല മോനെ. എന്റെ എല്ലാ സങ്കല്പങ്ങളും നിന്നെക്കുറിച്ച് മാത്രമാണ്. നീ എങ്ങനെ ജീവിക്കണം, നിന്റെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ല, നീയാണ്. ഡാഡി എന്ന നിലയ്ക്ക് തന്റെ മകളെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ നിലയ്ക്ക് നീ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ ചീത്തയാണെന്ന് ഞാൻ പറയില്ല. അവൻ നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവനാണ് എന്നതിലും എനിക്ക് പരാതിയില്ല. പക്ഷേ നമ്മുടെ മതത്തിൽപ്പെട്ടവനായിരുന്നെങ്കിൽ കൂടി ഞാൻ കണ്ണടയ്ക്കുമായിരുന്നു. ഇത് നിവൃത്തിയില്ല മോളെ. ഡാഡി, ഞാനും സുരേഷുമായി വളരെയധികം അടുത്തുപോയി. സോറി മോളെ, നിനക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഡാഡി, നോ നോ നീഡ് ഓഫ് ഫർദർ എക്സ്പ്ലനേഷൻസ്. ഓക്കേ? എന്തു വന്നാലും ഡാഡി സമ്മതിക്കില്ലെന്ന് പറഞ്ഞു സുരേഷ്. സിന്ധു കരയണ്ട, ഡാഡിയോട് ഞാനും സംസാരിക്കാം. വേണ്ട സുരേഷ്, എനിക്ക് പേടിയാവുന്നു. ഏയ്, എന്താ മോളെ ഇത്? എന്തെങ്കിലും പ്രശ്നമുണ്ടേ അങ്കിളിനോട് ആദ്യം പറയണ്ടേ? ഡാഡിയുടെ സ്വഭാവം മോക്ക് അറിഞ്ഞൂടെ? വരൂ, അങ്കിൾ എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. വാടോ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഹാ, വാടോ.
എന്ത് പറ്റി? ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ച് ആ ദ്രോഹി എന്റെ അടുത്ത് വന്നപ്പോൾ അടികൊണ്ട് തകർന്ന അവന്റെ കാല് ഈ കൈകൊണ്ടാ ഞാൻ തുന്നിക്കെട്ടി ഉറപ്പിച്ചത്. അന്ന് ഞാൻ അത് അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ കാലല്ല തല ഞാൻ വെട്ടിയെടുത്തേനെ. ഞാൻ അറിഞ്ഞില്ല ശ്രീദേവി, അറിഞ്ഞില്ല. ജീവച്ചവം പോലെ ഞാൻ ചട്ടുകൊല്ലം ജീവിച്ചു. ആ സമയത്താണ് ലീലാമ്മ സ്ഥലം മാറി എന്റെ ഹോസ്പിറ്റൽ വന്നത്. ലീലാമ്മയുടെ മകൾ രമ നേരിൽ കണ്ട വിവരം ലീലാമ്മ എന്നോട് രഹസ്യമായി പറഞ്ഞു. അപ്പോഴാണ് ശ്രീദേവിയുടെ മകൾ ലീലാമ്മയുടെ കയ്യിൽ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞത്. എന്നെങ്കിലും ഞാൻ അവനെ വെട്ടി നുറുക്കുമ്പോൾ അവന്റെ ചുമട് താങ്ങി നീ മാത്രമായിരിക്കും സാക്ഷിയെന്ന് ഞാൻ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞിനെ ഞാൻ കൈക്കലാക്കിയത്. മാനേജറിൽ കൂടെ അവൻ തനി എസ്റ്റേറ്റിൽ പോയിരുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അംഗഹീനനായ അവന് മാനേജറുടെ കാമകളികൾ കണ്ട് രസിക്കാൻ. നീയും മാനേജറുടെ പിടിയിൽ അകപ്പെടേണ്ടതായിരുന്നു. എന്തോ നീ രക്ഷപ്പെട്ടു. എന്റെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ ശ്രീദേവി. എന്റെ മകളുടെ മരണത്തിന് കാരണക്കാരനായ ജഗദീഷിനെ ഞാൻ വലിച്ചു കീറും, ഇന്നല്ലെങ്കിൽ നാളെ. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. വിനോദിനോട് പറയൂ.
എടാ ദ്രോഹി, എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? നിനക്കെന്നെ സ്പർശിക്കാൻ പോലും കഴിയില്ല. നോ, ഗോ ബാക്ക്, ഗോ ബാക്ക്. എനിക്ക് കുറച്ച് ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ നീ ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. എക്സ്പ്ലനേഷൻസ് എല്ലാം അത് കഴിഞ്ഞു വന്നതിന് ശേഷം. ബോയ്സ്, ടേക്ക് ഹിം. വിനു, ഞാൻ വിനുവിനെ അന്വേഷിച്ച് സ്റ്റേഷനിൽ പോയിരുന്നാണ്. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. ഡോക്ടർ നിരപരാധിയാണ്. മോളെവിടെ? മോക്ക് ഒരു ആപത്തും വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചല്ലേ? അതെ. വിനു എന്തിനാ ജയിൽ ചാടിയത്? ഞാൻ ചാടിയതല്ല, അവരെന്നെ ചാടിച്ചതാ. ഡോക്ടറുടെ മേൽ പോലീസിന് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഡോക്ടറോട് പോയി. ഡോക്ടർ ജഗദീഷ് അന്വേഷിച്ച് പോയിരിക്കുക. കോൺസ്റ്റബിൾ, ഇൻസ്പെക്ടർ, ഒരു നിമിഷം കൂടി എനിക്ക് തരണം. മോളെ, ഡാഡി, മോളെ, ഇതാണ് ഞാൻ മോളോട് പറയാറുള്ള ഡാഡി. നിങ്ങളുടെ അനുവാദം വാങ്ങാതെ മരിച്ചുപോയ എന്റെ മോളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മോളെ സിന്ധുപോളെന്നാ വിളിക്കുന്നത്. ആ പേര് നിങ്ങൾ മാറ്റരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. താങ്ക്സ്. മോളെ, മോള് ചെല്ല്. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, ക്ഷമ ചോദിക്കുന്നു. ഇനി ഒരിക്കലും കാണാൻ പറ്റിയില്ലെങ്കിലോ? വരട്ടെ. ഡാഡി,